ആരാണ് കാബയ്ക്ക് ആദ്യമായി കിസ്വ ധരിപ്പിക്കുന്നത്? കാബയെ മനോഹരമാക്കുന്ന കിസ്വ ആദ്യമായി ധരിപ്പിക്കുന്നത് യമനിലെ ഭരണാധികാരിയായ കിങ് തുബ്ബയാണ്. ഇസ്ലാമിന്റെ മുൻകാലഘട്ടങ്ങളിൽ കാബയ്ക്ക് പല നിറത്തിലുള്ള കിസ്വ ധരിപ്പിക്കാറുണ്ടായിരുന്നു. റസൂലിന്റെ കാലത്ത് മക്ക ഫതഹിന് ശേഷം ഒരു തീപിടുത്തത്തിലൂടെ കാബയുടെ കിസ്വ നശിച്ചപ്പോൾ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിൽ നിന്നും ഈജിപ്തിൽ നിന്നുള്ള മെറ്റീരിയൽ കൊണ്ടായിരുന്നു ആദ്യമായി കാബയുടെ കിസ്വ ധരിപ്പിക്കുന്നത്. അന്ന് അത് വെള്ള നിറത്തിലായിരുന്നു. അബൂബക്കറിന്റെ കാലത്ത് ഇത് തുടർന്നു പോകുന്നു. ഉമറുള്ളാന്റെ കാലത്ത് ഈജിപ്തിൽ നിന്നുള്ള കിബത്തി എന്ന മെറ്റീരിയൽ കൊണ്ടായിരുന്നു കിസ്വ ഉണ്ടാക്കിയിരുന്നത്. അബ്ബാസി രാജാക്കന്മാരുടെ കാലത്ത് കാബയ്ക്ക് പല നിറത്തിലുള്ള കിസ്വ ധരിപ്പിച്ചിരുന്നെങ്കിലും ആദ്യമായി പ്രൗഢിയുടെ നിറമായ കറുപ്പ് നിറത്തിലുള്ള കിസ്വ ധരിപ്പിക്കുന്നത് അന്നായിരുന്നു. ഉസ്മാനിയ രാജാക്കന്മാര് ആ കറുത്ത നിറം തുടർന്നു പോകുന്നു. 1927 ആദ്യമായി സൗദിയിൽ കിസ്വ ഫാക്ടറി നിർമ്മിക്കുന്നത്. അന്നാണ് കാബയ്ക്ക് സൗദി മേഡ് കിസ്വ ആദ്യമായി ധരിപ്പിക്കുന്നത്. 1977 ഇന്ന് നിലവിലുള്ള ഉമ്മൽജൂദിലുള്ള കിസ്വ ഫാക്ടറി നിർമ്മിക്കുന്നത്. എല്ലാ ദുൽഹജ്ജ് മാസം 9 കാബയുടെ കിസ്വ മാറ്റിക്കൊണ്ടിരുന്നത്. നിലവിൽ എല്ലാ മുഹറം 1 കാബയുടെ കിസ്വ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മാറ്റിയ കിസ്വ പല കഷ്ണങ്ങളായി മുറിച്ചുകൊണ്ട് പ്രസിഡന്റുമാർക്കും VIP അതിഥികൾക്കും ഗിഫ്റ്റായി കൊടുക്കാറുണ്ട്. ചില ഭാഗങ്ങൾ മ്യൂസിയമിൽ സൂക്ഷിക്കാറുമുണ്ട്. ദ കിസ്വ ഇസ് നോട്ട് ജസ്റ്റ് എ ക്ലോത്ത്, ഇറ്റ്സ് എ ലെഗസി.